എഡ്ജു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ICT എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. First question, a security system used a camera to capture images of each person entering a gift shop. Each image is taken requires 1 MB of storage. If the camera captures an image every 5 seconds over a 24-hour of period, how much storage is required? അതായത് ഒരു ഗിഫ്റ്റ് ഷോപ്പിലോട്ട് പേഴ്സൺസ് എൻ്റർ ചെയ്യുമ്പോൾ ആ സെക്യൂരിറ്റി സിസ്റ്റം അവിടുത്തെ ക്യാമറയിൽ അവരുടെ ഇമേജസ് പകർത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇമേജിന് 1 MB ഓഫ് സ്റ്റോറേജ് ആണ് വരുന്നത്. അതായത് 5 സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്തത്. അതായത് ആദ്യം ഒരു 5 സെക്കൻഡ്, പിന്നെ 10 സെക്കൻഡ്, 15 സെക്കൻഡ്, അങ്ങനെയാണ് ഈ ക്യാമറ മറ്റേ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെ 24 മണിക്കൂർ, അതായത് ഒരു ഡേ ഫുള്ള് 24 hour ഓഫ് പീരീഡ് ഇത് ക്യാപ്ചർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെന്തൊരു സ്റ്റോറേജ് ആണ് റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 60.875 GB, 50.250 GB, 12.525 GB, 90.625 GB. ഇവിടെ ഒരു ഫോട്ടോ 5 സെക്കൻഡ് കൂടുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിലാണ് നമ്മൾക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. സോ ഒരു 24 hours അപ്പോൾ എത്ര ഇമേജസ് ടേക്കൺ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പം 24 × 60 × 60 /5, അതായത് ഒരു 5 സെക്കൻഡ് കൂടുമ്പോഴാണല്ലോ നമ്മുടെ ഫോട്ടോ എടുക്കുന്നത്. സോ അതുകൊണ്ട് 60 /5, 24 hours. അതുപോലെ തന്നെ 60 മിനിറ്റ് എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് 24 മണിക്കൂറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത്. 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് 1 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 അവർ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 24 hour നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത ഇമേജസുകളാണ് ആദ്യം എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് 24 × 60 × 60 /5, 5 സെക്കൻഡ് കൂടുമ്പോഴാണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ 60 /5 = 17,280 ഇമേജസ് എന്ന് കിട്ടി. ഇനി ഒരു ഫോട്ടോ എടുക്കുന്നതിന് ആവശ്യമായ MB എന്ന് പറയുന്നത് 1 MB ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 17,280 ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് 17,280 MB ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ നമ്മളോട് GB തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 GB എന്ന് പറയുന്നത് എത്രയാണ്? 1024 MB ആണ്. സോ 17,280 MB = 17,280 /1024 = 60.875 GB എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അതായത് ഇവിടെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ട്രൂ ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ 109 / 10 = 1101,001. അത് ബൈനറി 2 ബേസ് 2 തന്നിരിക്കുന്നത്. ഇനി ബേസ് 5 1 2 3, അതായത് 123 = ബേസ് 4 212. ഇനി ബേസ് 60 101 പ്ലസ് ബേസ് 8 110 = ബേസ് 10 429. ഇനി ബേസ് 6 241 = ബേസ് 8 131. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബേസ് 10, അത് ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 109 നമ്മൾ 109 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി തന്നെ, അതായത് ബേസ് 10 നിന്ന് ബൈനറിയിലോട്ട് മാറ്റാനായിട്ട് ഏത് നമ്പറിനെ ബൈനറിയിലോട്ട് മാറ്റുമ്പോഴും ആ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിന് താഴെ വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതുക. അതായത് 1 2 4 8 60 32 64 64 വരെയാണ് 109 താഴെ വരുന്ന നമ്പേഴ്സ്. അത് 1 2 2 × 2 4 × 2 8 8 × 2 60 60 × 2 32 32 × 2 64 അങ്ങനെ കിട്ടി. അപ്പം 64 ആണ് 109 താഴെ വരുന്ന ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് കിട്ടിയാലാണ് 109 കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ 64 + 32 + 8 + 4 + 1 = 109 നമുക്ക് കിട്ടും.
ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പർ എഴുതുക. അതായത് 1 2 4 8 60 32 64 എന്ന് എഴുതുക. അപ്പോൾ ഏതൊക്കെ നമ്പറുകൾ കൂട്ടുമ്പോഴാണ് 109 കിട്ടുക അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ 1 എഴുതുക, ബാക്കി എല്ലാത്തിൻ്റെയും താഴെ 0 എഴുതുക. അപ്പോൾ 64ൻ്റെ താഴെ 1 എഴുതി, 32ൻ്റെ താഴെ 1 എഴുതി, 60ൻ്റെ താഴെ 0 എഴുതി, 8ൻ്റെ താഴെ 1 എഴുതി, 4ൻ്റെ താഴെ 1 എഴുതി, 2ൻ്റെ താഴെ 0 എഴുതി, 1ൻ്റെ താഴെ 1 എഴുതി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ നമ്മൾ അറബിക് എഴുതുന്നതൊക്കെ എഴുതണം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ നമ്പർ എടുത്തെഴുതാൻ നേരത്ത് അത് നമ്മൾ നോക്കി വേണം ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ 64 തൊട്ടുള്ള നമ്പർ, 64ൻ്റെ താഴെ കിടക്കുന്ന നമ്പർ നമ്മൾ ആദ്യം വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് 1101101 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 110101 എന്നുള്ളതാണ്. അതായത് ഒരു 1ൻ്റെ കുറവുണ്ട് നമുക്ക്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമ്മൾ നെക്സ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബേസ് 5ലും പിന്നെ അതുപോലെ തന്നെ ബേസ് 4ലുള്ള നമ്പർ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് 5നെ നമ്മൾ സാധാ നമ്പർ ആക്കുക. അതായത് അതിന് നമ്മൾ ചെയ്യാനായിട്ട് 1 × 5⁻² + 2 × 5⁻1 + 3 × 5⁻0 ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 38 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 38നെ ഏതിലോട്ടാണോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ബേസ് 4ലോട്ടാണ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 38 / 4 = 9, റിമൈൻഡർ 2 വരും. നമുക്കിവിടെ റിമൈൻഡറിനാണ് പ്രാധാന്യം. ഇനി 9 / 4 = 2, അവിടെ റിമൈൻഡർ 1 വരും. ഇനി 2 / 4 = 0, 2, അപ്പോൾ നമുക്ക് 2 എന്ന് റിമൈൻഡർ കിട്ടും. ഇനി നമ്മളത് താഴെ നിന്ന് മുകളിലോട്ട് എഴുതണം, അതായത് 212 നമുക്ക് കിട്ടും. അതായത് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് 1 2 3 എന്ന് പറയുന്ന ബേസ് 5ലുള്ള നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ബേസ് 4ലെ നമ്പറാണ് 212 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസ് 60ലും ബേസ് 8ലും നമ്മുടെ നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. ആ അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ബേസ് 10ലുള്ള നമ്പറാണ്. അപ്പോൾ ബേസ് 16 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 16 ഡെസിമൽ നമ്പറിലോട്ട് മാറ്റുകയാണ്. 101 എന്നുള്ളതാണ്. അപ്പോൾ 1 × 60⁻² + 0 × 60⁻1 + 1 × 60⁻0 നമുക്ക് 256 + 0 + 1 = 257 എന്ന് കിട്ടും. ഇനി 110നെ, അതായത് ബേസ് 10ലാണ് 110, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതായത് 1 × 8⁻² + 1 × 8⁻1 + 0 × 8⁻0 = 64 + 8 + 0 = 72. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബേസ് 10ലോട്ടാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ബേസ് 10 ഡെസിമൽ നമ്പറിലോട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് ബേസ് 10ലുള്ള 2 നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് 257 + 72 = 329 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് 429 ആണ്. സോ അതും തെറ്റാണ്. ഇനി നമ്മൾ ചെയ്തൊരു മോഡൽ തന്നെയാണ്. അതായത് ബേസ് 6ലുള്ള നമ്പർ ബേസ് 8ലുള്ള നമ്പർ തമ്മിൽ ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 241 ആണ്. അതായത് 2 × 6⁻² + 4 × 6⁻1 + 1 × 6⁻0 = 72 + 24 + 1 = 97. ഇനി നമ്മൾ ഈ 97നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. 97 / 8 = 12, റിമൈൻഡർ 1 കിട്ടും. 12 / 8 = 1, റിമൈൻഡർ 4 കിട്ടും. 1 / 8 = 0, അതായത് റിമൈൻഡർ നമുക്ക് 1 കിട്ടും. അതായത് നമുക്കിവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 141 ആണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. Next question. In the context of Bluetooth and Wi-Fi as wireless communication technology, which of the following statements are true? Bluetooth allows for short-range data transfer between electronic devices, whereas Wi-Fi allows electronic device to connect to the internet. Bluetooth needs a direct line of sight for data transmission, whereas Wi-Fi does not need it. Bluetooth limit the number of devices that you can connect at any one time, whereas Wi-Fi is open to more devices and more users. Bluetooth does not need a direct line of sight for a data transmission, whereas Wi-Fi does need it. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തിൽ നമുക്ക് ഷോർട്ടായിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ മാത്രമേ നടക്കത്തുള്ളൂ ഇലക്ട്രോണിക് ഡിവൈസുകൾ തമ്മിലും. പക്ഷെങ്കിൽ വൈഫൈയിൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകളെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലൂടൂത്തിനൊരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് വേണം ഡേറ്റ ട്രാൻസ്മിഷന്, പക്ഷെങ്കിൽ വൈഫൈക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഇനി സി പറഞ്ഞിരിക്കുന്നത് ബ്ലൂടൂത്ത് നമ്പർ ഓഫ് ഡിവൈസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിവൈസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ വൈഫൈയുമായിട്ട് നമുക്ക് എത്ര ഡിവൈസ് എത്ര യൂസേഴ്സിന് വേണമെങ്കിലും കണക്ട് ചെയ്യാം എന്നാണ്. ഇനി ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലൂടൂത്തിനൊരു ഡയറക്റ്റ് ഒരു ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ വൈഫൈക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. അതായത്
ബ്ലൂടൂത്ത് ഒരു ഷോർട്ട് റേഞ്ച് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ മാത്രമാണ് നടത്തുന്നുള്ളൂ. വൈഫൈ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബ്ലൂടൂത്തിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഡിവൈസസിനൊരു പരിധിയുണ്ട് അറ്റ് എ ടൈം. പക്ഷേ വൈഫൈക്ക് വൈഫൈ ആയിട്ട് എത്ര ഡിവൈസസിന് വേണമെങ്കിലോ എത്ര യൂസേഴ്സിന് വേണമെങ്കിലോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കമ്പ്യൂട്ടേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ മാട്രിക്സ് പ്രിൻറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ഇമ്പാക്ട് പ്രിൻറ്റർ. ലേസർ പ്രിൻറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ഇമ്പാക്ട് പ്രിൻറ്റർ. ദ റെസൊല്യൂഷൻ ഓഫ് എ ലേസർ പ്രിൻറ്റർ ഈസ് മെഷേർഡ് ഇൻ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് (Mbps). ഡേറ്റ മാട്രിക്സ് പ്രിൻറ്റർ ആർ നോയ്സി, ലോ ക്വാളിറ്റി ആൻഡ് സ്ലോ ഇൻ കമ്പാരിസൺ ടു ലേസർ പ്രിൻറ്റേഴ്സ്. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡേറ്റ മെട്രിക്സ് പ്രിൻറ്റർ എന്ന് പറഞ്ഞ ഒരു നോൺ ഇമ്പാക്ട് പ്രിൻറ്ററാണ്. ലേസർ പ്രിൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഇമ്പാക്ട് പ്രിൻറ്ററാണ്. ഇനി ലേസർ പ്രിൻറ്ററിൻ്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് മെഗാബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. ഇനി ഡേറ്റ മെട്രിക്സ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോയ്സിയാണ്, ലോ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ സ്ലോയാണ് ലേസർ പ്രിൻറ്റേഴ്സിനെ വെച്ചെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് ഡേറ്റ മെട്രിക്സ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോയ്സിയാണ്, ലോ ക്വാളിറ്റിയാണ്, സ്ലോയാണ് ലേസർ പ്രിൻറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് ഈ പ്രിൻ്റർ എന്ന് പറയുന്നത്. പ്രിൻ്ററിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. ഇനി ഈ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ ലൈൻ പ്രിൻ്റർ എന്നും ക്യാരക്ടർ പ്രിൻ്റർ എന്നും തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ഇമ്പാക്റ്റിന് കീഴിൽ വരുന്നതാണ് ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ എന്നിവയൊക്കെ. ഇമ്പാക്ട് പ്രിൻ്ററിൽ ലൈൻ പ്രിൻ്ററിൽ വരുന്നതാണ് ഡ്രം പ്രിൻ്ററും ചെയിൻ പ്രിൻ്ററും. ക്യാരക്ടർ പ്രിൻ്ററിൽ വരുന്നതാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഡെയ്സി വീൽ പ്രിൻ്റർ, ലെറ്റർ ക്വാളിറ്റി പ്രിൻ്റർ എന്നിവ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് പ്രിൻ്റർ വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റുകൾ വേഗം കുറഞ്ഞവയും ശബ്ദം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഈ കടകളിലും ക്യാഷ് കൗണ്ടറിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ്. ലേസർ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ശബ്ദമില്ലാണ്ടും വളരെ വേഗത്തിലും പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. നല്ല നിലവാരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ലേസർ പ്രിൻ്ററുകൾ വേഗത ഏറിയതാണ്. ഇവയുടെ വേഗം അളക്കുന്നത് പേജസ് പെർ മിനിറ്റിലാണ്. ഡേറ്റ മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. ഇത് ഭയങ്കര നോയ്സി ആയിട്ടുള്ളതും ലോ ക്വാളിറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലേസർ പ്രിൻറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ലോയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ MS Excel ആർ ട്രൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ MS Exceluമായിട്ട് ബന്ധപ്പെട്ട ട്രൂ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Data in spreadsheet are always correct. Spreadsheet software cannot draw bar graphs. Spreadsheet software automatically recalculate. Some cells in a spreadsheet can be locked to prevent a user changing its content. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റിലെ ഡേറ്റ എപ്പോഴും കറക്റ്റായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ബാർ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സെൽസ് ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ കണ്ടൻറ്റ്സ് നമ്മൾ മാറ്റാണ്ടിരിക്കാനായിട്ട് ചില സെൽസ് നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് അത് ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സെൽസ് നമ്മളവിടെ ലോക്ക് ചെയ്യുന്നുമുണ്ട്. ഈ സ്പ്രെഡ്ഷീറ്റിൽ നമ്മളുടെ ഡേറ്റ കറക്റ്റ് ആണോ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ബാർ ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. കൺസിഡർ ദ ഫോളോയിങ് സ്നാപ്ഷോട്ട് ഓഫ് MS Excel വർക്ക്ഷീറ്റ്. MS Excel വർക്ക്ഷീറ്റിൻ്റെ കുറച്ച് സ്നാപ്ഷോട്ടാണ് തന്നിരിക്കുന്നത്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 17, 18, 19, 21 പറഞ്ഞുകൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞ കോളത്തിൽ ഡേ ആണ്, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ബി എന്ന് പറഞ്ഞ കോളത്തിൽ ക്വാണ്ടിറ്റി ആണ് തന്നിരിക്കുന്നത്, 1, 3, 6, 5, 8, 3 ഒക്കെ പറഞ്ഞ്. സിയിൽ സെയിൽസ് എമൗണ്ട് ആണ് 234, 144, 367, 674, 1099, 233 എന്നിവയൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ സെൽ D80 ദ വാല്യൂ റിട്ടേൺഡ് ബൈ ദ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സം ഇഫ് C80 = C23, B80 = B23 ഗ്രേറ്റർ ദാൻ 3, C80 = C23 ഗ്രേറ്റർ ദാൻ 500 ഈസ്. അതായത് നമ്മളോട് ഇവിടെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B18 മുതൽ B23 വരെയുള്ളതിൽ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 3 വന്നെ. അതായത് B18 മുതൽ B23 എന്ന് പറയുമ്പോൾ ഈ ബി എന്ന് പറയുന്ന കോളത്തിലെ 18 തൊട്ടെടുക്കണം. അതായത് B18 എന്ന് പറയുമ്പോൾ 1, പിന്നെ മൺഡേയുടെ നേരെയുള്ള 1, ട്യൂസ്ഡേയുടെ നേരെയുള്ള 3, വെനസ്ഡേയുടെ നേരെയുള്ള 6, തേഴ്സ്ഡേയുടെ നേരെയുള്ള 5, ഫ്രൈഡേയുടെ നേരെയുള്ള 8, സാറ്റർഡേയുടെ നേരെയുള്ള 3.
ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേറ്റർ ദാൻ 3 വരുന്ന എടുക്കണം. ഇതിൻ്റെ അത് ഗ്രേറ്റർ ദാൻ 3 വരുന്ന ഏതൊക്കെയാണ്? വെനസ്ഡേയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൈഡേയും വരുന്നുണ്ട്, തേഴ്സ്ഡേയും വരുന്നുണ്ട്. അതായത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 3 എണ്ണമാണ് വരുന്നത്. അത് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ 6, 5, 8 ആണ് വരുന്നത്. മറ്റേതിൻ്റെ അത് 1 ആണ്, അത് ലെസ് ദാൻ 3 ആണ്. ട്യൂസ്ഡേയുടെ നേരെ വരുന്നത് 3 ആണ്. സാറ്റർഡേയുടെ നേരെ വരുന്നത് 3 ആണ്. അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയുടെ നേരെയുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ C80:C23 ഗ്രേറ്റർ ദാൻ 500. അതായത് ഈ വെനസ്ഡേയിലും തേഴ്സ്ഡേയിലും ഫ്രൈഡേയിലും ഗ്രേറ്റർ ദാൻ 500 വരുന്ന എടുക്കണം. അതായത് ഗ്രേറ്റർ ദാൻ 500 വരുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് എമൗണ്ട് താഴെ ഈ 20, 21, 22 നേരെയുള്ള സീല് വരുന്നതിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 500 എടുക്കണം. അപ്പോൾ അവിടെ വെനസ്ഡേയുടെ നേരെ 367 ആണ്, അത് പറ്റില്ല. പിന്നെ വരുന്നത് തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ്. അവിടെ 674 1099 ആണ് വരുന്നത്. അതായത് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1099 674 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഓപ്ഷൻ 3 എന്ന് പറയുന്നത്. 1773 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവർ തന്നിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മളിവിടെ സം കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. B18 മുതൽ B23 വരെ വരുന്നതിൽ ഗ്രേറ്റർ ദാൻ 3 വരെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൻ്റെ നേരെ C80 തൊട്ട് C23 വരുന്നതിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 500 കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ഗ്രേറ്റർ ദാൻ 500 വരുന്ന നമ്പേഴ്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 1773 എന്ന് പറയുന്നത്. Next question. In the context of computer network, which of the following best describe the transmission of a message using packet switching? അതായത് പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ മെസ്സേജ് ട്രാൻസ്മിഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാറ്റ പാക്കറ്റ്സ് മേ ഫോളോ ഡിഫറെൻറ്റ് റൂട്ട്സ് ആൻഡ് മേ അറൈവ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് ഓർഡർ. Data packets will always follow the same route and arrive at the same time in the same order. Data packets will always follow the same route but could arrive at different times in different order. Data packets may follow different routes but will always arrive at the same time in the same order. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് റൂട്ടിലാണ് പോകുന്നത്, അതിനുശേഷം ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് ഓർഡറിൽ എത്തുന്നതാണ് ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റൂട്ടാണ്, അതുപോലെ തന്നെ സെയിം ടൈമിൽ അറൈവ് ചെയ്യും, ആ ഓർഡറും സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് പറഞ്ഞിരിക്കുന്നത് സെയിം റൂട്ടാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഓർഡറിലായിരിക്കും എത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ്, പക്ഷേങ്കിൽ സെയിം ടൈമിലും സെയിം ഓർഡറിലും എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിക്കും വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഡേറ്റ പാക്കറ്റ്സ് മേ ഫോളോ ഡിഫറെൻറ്റ് റൂട്ട്സ് ആൻഡ് മേ അറൈവ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് ഓർഡർ എന്നുള്ളതാണ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്സിൽ ഡേറ്റ നമ്മൾ ബ്രോക്കൺ ചെയ്യുകയാണ് ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട്. അതിനുശേഷം ഇതിന് അവൈലബിൾ ആയിട്ടുള്ള പാത്തിലൂടെ വരുവാണ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഡേറ്റയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടേഴ്സ്, അത് വെച്ചാൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന റൂട്ട് അവർ സ്വീകരിക്കുന്നു. അതിനുശേഷം ചിലപ്പോൾ വല്ല ട്രാഫിക്കോ ഒക്കെ വന്നു കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് ഡിലേ ആയിട്ട് ഡിഫറെൻറ്റ് ഓർഡറിൽ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും അവിടെ എത്തിച്ചേരുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഡിലേ അവർ ഫേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുന്ന സമയത്തിലും അതുപോലെ തന്നെ എത്തുന്ന ഓർഡറിലും അവിടെ വ്യത്യാസം വരുവാണ് ചെയ്യുന്നത്. ഈ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡേറ്റേനെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട്, അതായത് പാക്കറ്റ്സുകളായിട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ അകത്ത് ഓരോ ഹെഡർ, അതായത് കൺട്രോളും പ്ലേ ലോഡ് കൊണ്ട് ഇത് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്ക് യൂസ് ചെയ്താണ് ഇത് പോകുന്നത്. അതായത് അപ്പോൾ അവർ ഡിഫറെൻറ്റ് പാത്തിലൂടെ ആയിരിക്കും പോകുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് നമ്പർ സിസ്റ്റം? താഴെ നമ്മുടെ നമ്പർ സിസ്റ്റം അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ ബൈനറി ഇക്വിവലൻറ്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 57.65 ഈസ് 111,000.101. 145 in base 6 is equal to 75 in base 10. 1011 in base 2 plus 1001 in base 2 is equal to 20 in base 10. 65 in base 10 is equal to 220 in base 5. സോ ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൈനറി ഇക്വിവലൻറ്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 57.625 ഈസ് 111,000,101 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെക്ക് ചെയ്യാം. സോ നമുക്കിവിടെ രണ്ട് പാർട്ടാണ്. ഡെസിമലിൻ്റെ റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് എടുക്കുവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ സാധാ ബൈനറി കൺവേർഷൻ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ചെയ്താൽ മതി. അതായത് നമ്മളിവിടെ എഴുതുവാണ് 1, 2, 4, 8, 60, 32,
എന്നിങ്ങനെ 57 താഴെയുള്ള നമ്പർ വരെ നമ്മൾ എഴുതി. അതിനുശേഷം ഇത് ഇൻറ്റു 2 ചെയ്താണല്ലോ പോകുന്നത്. അതിനുശേഷം നമ്മൾ കൂട്ടി നോക്കുക. അതായത് 57 കിട്ടുന്നത് ഇതിൽ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണെന്ന്. അതായത് 32 + 60 + 8 + 1 = 57 എന്ന് കിട്ടും. അപ്പം ഈ നമ്പറിൻ്റെ ഒക്കെ താഴെ നമ്മൾ 1 എഴുതിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ താഴെ 0 എഴുതുക. 1 1 1 0 0 1. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അറബിക്ക് എഴുതണം അല്ലെങ്കിൽ തിരിച്ചെഴുതണം. അതായത് 32, അതായത് ഏറ്റവും വലിയ സംഖ്യ ആദ്യം വന്ന രീതിയിൽ എഴുതണം. കാരണം അവിടെ നിന്നാണ് നമ്മൾ നമ്പർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 32-ൻ്റെയും 60-യുടെയും 8-ൻ്റെയും 1-ൻ്റെയും താഴെ 1 എഴുതി, ബാക്കി 4-ൻ്റെയും 2-ൻ്റെയും താഴെ 0 0 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് പാർട്ട് 1 1 1 0 0 1 എന്ന് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ നമ്പർ തെറ്റാന്ന്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടും കൂടെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് പഠിക്കും കൂടെ ചെയ്യാമല്ലോ. അപ്പം ഇവിടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 0.625 ആണ്. അപ്പോൾ നമ്മൾ ഇത് ബേസ് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 0.625-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 1.25 കിട്ടി. അപ്പോൾ നമ്മളിവിടെ 1 ആണ് എടുക്കുന്നത്. 0.25-നെ പിന്നെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടി. അപ്പോൾ അവിടെ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 കൊടുത്തു. ഇനി 0.5-നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 0.0 കിട്ടും. 1.0 എന്ന് കിട്ടും. അപ്പോൾ ആ 1 നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഗുണിക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ താഴെ നിന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ 101 എന്ന് കിട്ടും. അതായത് ആക്ച്വലി ഇവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറയണത് 111,001.101 എന്നുള്ളതാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമുക്ക് ബേസ് 60-ലുള്ള 145-ന് ഈക്വലായിട്ട് ബേസ് 10-ലുള്ള 75 ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 × 6^2 + 4 × 6^1 + 5 × 6^0 = 36 + 24 + 5 = 65 എന്ന് നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ 2-ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് 2 ബൈനറി നമ്പറുകളുടെ അഡീഷനാണ്. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ ബേസ് 10-ലെ സാധാ ഡെസിമൽ നമ്പറാണ്. സോ നമ്മൾ ആദ്യത്തെ നമ്പർ 1011 എന്ന് എഴുതി. അതിന് ശേഷം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഓരോന്നിൻ്റെ താഴെ നമ്പർ എഴുതുക. 1 2 4 8 എന്നുള്ളത്. അപ്പോൾ 4 നമ്പറുകൾ. അപ്പോൾ 8 ആയപ്പോൾ തീർന്നു. അതിനുശേഷം നമ്മൾ ഈ 0യുടെ താഴെയുള്ള നമ്പറുകൾ ഒഴിച്ച് ബാക്കി 1-ൻ്റെ താഴെയുള്ള നമ്പറുകളെല്ലാം ആഡ് ചെയ്യും. അതായത് 8 + 2 + 1 = 11 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറും അവിടെ 1001 ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് 1 2 4 8 എന്ന് എഴുതി. അതിനുശേഷം 1-ൻ്റെ താഴെയുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതായത് 8 + 1 = 9. അപ്പോൾ നമുക്ക് 11ഉം 9ഉം ആണ് കിട്ടിയിരിക്കുന്നത്. സോ 11 + 9 = 20. സോ നമ്മുടെ ഓപ്ഷൻ സി കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ 4 കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ബേസ് 10-ലുള്ള 65, ബേസ് 5-ലുള്ള 220 220 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 220 നോക്കാം. 2 × 5^2 2 + 2 × 5^1 + 0 × 5^0 = 50 + 10 = 60 എന്ന് കിട്ടും. അപ്പം അതും തെറ്റാണ്. നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അതായത് 1011 in base 2 + 1001 in base 2 = 20 in base 10. Next question, which of the following statement about the read-only memory ROM are correct? The content of the memory remain intact even when the power to the ROM is turned off. ROM is often used to store the startup instruction when the computer is first switched on. As the ROM becomes full, the processor has to continually access the hard disk. ROM is volatile memory. അതായത് നമ്മുടെ പവർ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും റോമിലെ മെമ്മറി ഇൻടാക്റ്റ് ആയിട്ട് റിമെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ. റോം ബിക്കം ഫുള്ളായി കഴിയുമ്പോൾ ഹാർഡ് ഡിസ്കിലോട്ട് പ്രൊസസ്സർ കണ്ടിന്യൂസ്ലി ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോം എന്ന് പറയുന്നത് ഒരു വോൾട്ടൈൽ മെമ്മറി എന്നതാണ്. ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. എയും ബിയും ആണ്. അതായത് ഈ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി റോമിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും റിമെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. റോം എന്ന് പറയണത് നമ്മുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നീ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. റോം അഥവാ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ്. ഇതിന് ഡേറ്റ വീണ്ടെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് മാറ്റാനായിട്ട് എളുപ്പത്തിൽ സാധിക്കത്തില്ല. കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും വൈദ്യുതിബന്ധം നിലച്ചാലും ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. അതിനാൽ ഇത് നോൺ വോൾട്ടൈൽ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ബയസ് അതായത് ബൂട്ടപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴോ ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്.
ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മെമ്മറിയിലോട്ട് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. റോമിൽ സേവ് ചെയ്തിരിക്കുന്ന പെർമനൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫംഗ്ഷനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഫേംവെയർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്? താഴെ കൊടുത്തിരിക്കുക കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്വാളിറ്റി ഓഫ് പിക്ചേഴ്സ് ടേക്കൺ ബൈ ഡിജിറ്റൽ ക്യാമറ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് റെസൊല്യൂഷൻ വിച്ച് ഈസ് മെഷർഡ് ഇൻ മെഗാബൈറ്റ്സ്. USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സെക്യൂർ ബസ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദ സൈസ് ഓഫ് എ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് മെഷർഡ് ഡയഗണലി അക്രോസ് ദ സ്ക്രീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നത് അതിൻ്റെ റെസൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് മെഷർ ചെയ്യുന്നത് മെഗാബൈറ്റ്സിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. USB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെക്യൂർ ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നാണ് ഓപ്ഷൻ 3 പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് ഡയഗണൽ ആയിട്ടാണ്, അതായത് സ്ക്രീനിൻ്റെ ഡയഗണൽ ആയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. ഒരു ഡിജിറ്റൽ ക്യാമറ പിക്ചറിൻ്റെ ക്വാളിറ്റി അതിൻ്റെ റെസൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ആ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് മെഗാബൈറ്റ്സിലല്ല, മെഗാ പിക്സലിലാണ്. USB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെക്യൂർ ബസ് അല്ല, യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ്. MS Excel എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ MS Excel യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുള്ള സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയാണ് നമ്മൾ MS Excel യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡയഗണലായിട്ടാണ്, സ്ക്രീനിൻ്റെ ഡയഗണലായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്